ഹായ് ഹലോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയിൽ ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഫുള്ള് കാണണേ. അപ്പം നമ്മുടെ കർമ്മൻ്റെ കാര്യം തന്നെ പറയാം. അവൻ ശരിക്കും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടത്തെ കൈക്കാണ് അടി കിട്ടിയേക്കണത്. ആൾ കിടപ്പ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിക്കുന്നുണ്ട്, അത്യാവശ്യം എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആൾ സിറ്റ് ഔട്ടിൽ നിന്ന് രാത്രി ആകട്ടെ പകലാകട്ടെ രാവിലെ ആകട്ടെ അവൻ അവിടെ തന്നെയുണ്ട്. നമ്മളെപ്പോൾ എഴുന്നേറ്റ് വരുന്ന ജനൽ തുറന്ന് നോക്കിയാലും അവൻ സിറ്റ് ഔട്ടുണ്ട്. സുന്ദരനുണ്ടോ എന്ന് നോക്കാനാണ് ജനൽ തുറന്ന് ചെല്ലണം. അവൻ ചിലപ്പോഴും മിക്കപ്പോഴും കാണത്തില്ല. അവൻ എവിടെ കടച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ മണ്ണ് മാന്തി മാന്തി കുഴിയുണ്ടാക്കി അവൻ അപ്പുറത്ത് കിടന്ന് കേട്ടോ. ഈ പൂഴി ഇറക്കി കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ പൂഴിയിട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേലിയാണല്ലോ, അവിടെയാണ് ഇപ്പം മാന്തി പോയേക്കണത്. അങ്ങനെ ഓരോ സമയത്ത് അവൻ ഓരോ സ്ഥലം കണ്ടുപിടിച്ച് പോവുക. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഇവരെ നമ്മൾ ഏത് അവസ്ഥയിലാണ് പുഴുവൊക്കെ അരിച്ചല്ലേ നമ്മളിവിടെ കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഞാൻ ഇത്രയും വരെയാക്കി കണ്ണ് പോലും തുറക്കാത്ത പരുവത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ. കാരണം ഒത്തിരി പേർക്ക് മെസ്സേജ് അയച്ചു കേട്ടോ, യൂട്യൂബ് ചാനലുകാർക്കും ഈ ഒത്തിരി ചാനലെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഒന്ന് തിരിച്ചൊന്ന് ചോദിക്കാൻ പോലും നിനക്കിട്ടില്ല. എനിക്ക് എന്തായാലും ഈ 6 പേരെയും കൂടെ നോക്കൽ ഭയങ്കര ടാസ്ക് കാര്യം തന്നെയാണ്. ഇവർക്ക് ഫുഡ് വളർന്നു വരുന്നതനുസരിച്ച് ഫുഡ് കൂടുതൽ വേണം. പിന്നെ ഇവരുടെ പേരും പറഞ്ഞ് ഞാൻ ആരോടും അങ്ങനെ പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല. ആ നെതർലാൻഡിൽ നിന്നുള്ള കൊച്ചിനോട് മാത്രമേ നമ്മൾ ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സഹായിച്ചതാണ്. അത് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും ആ കൊച്ച് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് നിങ്ങളെ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും സുന്ദരന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് കിടക്കാനും ഫുഡും പാൽപ്പൊടിയും എല്ലാം ഇങ്ങോട്ട് മനസ്സറിഞ്ഞ് അയച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരാളോട് മാത്രമേ മേടിച്ചിട്ടുള്ളൂ നമ്മളെ സഹായം, വേറെ ആരോടും കൈപ്പറ്റിയിട്ടില്ല. പിന്നെ സിന്ധു ടീച്ചർ, കർണാടകയിൽ നിന്നുള്ള സിന്ധു ടീച്ചറൊക്കെ പറഞ്ഞ് ശ്രീദേവി എപ്പോഴാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. പക്ഷേ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ആരോടും സഹായമൊന്നും വാങ്ങിച്ചിട്ടുമില്ല കേട്ടോ. അപ്പം എനിക്കൊരാളോട് മാത്രമേ ഈ കാര്യത്തിൽ കടപ്പാടുള്ളൂ. അപ്പം ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വേണ്ട ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലൊക്കെ കണ്ടിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഇവരെ വിടുക എന്നൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ കേട്ടോ. എന്തായാലും ഈ മഴക്കാലം കഴിയും വരെ ഞാൻ നോക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇവരെ വിട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ആരെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കിവിടെ വിടാനും പറ്റത്തില്ല, ഇത്രയും സ്നേഹിച്ചൊക്കെ വളർത്തി കേട്ടെ. ഇങ്ങനെ പറഞ്ഞു വിടും ഇവരെ, എങ്ങനെ ഇവിടെ വളർത്തും ഇത്രയും പേരെ? എൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതാണ്. അപ്പം ശരി, പിന്നെ കാണാം, ബൈ.